എല്ലാവർക്കും ആദീസ് പൊന്നൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ അഡീനിയം പ്ലാന്റ്സുകളൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്നവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. അതായത് അഡീനിയം പ്ലാന്റ്സുകൾ നമ്മൾ ബുഷിയായിട്ട് വളർത്തിയെടുക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നാണ്. സാധാരണയായി നമ്മൾ അഡീനിയം പ്ലാന്റ്സുകൾ എല്ലാവരും ബോൺസായി ആയിട്ടൊക്കെ വളർത്താറുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുന്നത് അഡീനിയം പ്ലാന്റ്സിൻ്റെയൊക്കെ കോഡെക്സ് മനോഹരമായി നിൽക്കുന്നത് കാണാനാണ്. അഡീനിയം പ്ലാന്റ്സിന് നിറയെ ശിഖരങ്ങളോട് കൂടി വളരുമ്പോൾ പൂക്കളൊക്കെ ഉണ്ടാകുമ്പോൾ അത് കാണാൻ തന്നെ വളരെ മനോഹരമായിരിക്കും. അപ്പോൾ ഇതെല്ലാം എൻ്റെ അഡീനിയം പ്ലാന്റ്സിൻ്റെ ബുഷിയായിട്ട് നിൽക്കുന്ന അഡീനിയം പ്ലാന്റ്സുകളാണ്. ഇതിനകത്ത് ഞാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തു കൊടുത്തത് എന്നാണ് കാണിക്കുന്നത്. ഏത് രീതിയിലാണ് ഞാൻ ഈ ഒരു അഡീനിയം പ്ലാന്റുകൾ ഇതുപോലെ ബുഷിയാക്കി എടുത്തിട്ടുള്ളത് എന്നതാണ് കേട്ടോ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒറ്റ ശിഖരമായിട്ടൊക്കെ അവരുടെ അഡീനിയം പ്ലാന്റ്സുകളൊക്കെ പോകുന്നുണ്ടെന്ന്. അവർക്ക് കൂടിയാണ് കേട്ടോ ഈ വീഡിയോ. അപ്പോൾ നമുക്ക് അഡീനിയം പ്ലാന്റ്സുകൾ ബുഷിയായിട്ട് വളർത്താൻ വേണ്ടിയിട്ട് ഈ 3 കാര്യങ്ങൾ മാത്രം മതി കേട്ടോ. അപ്പോൾ അതിനായിട്ട് വേണ്ടുന്നത് ദാണ്ട് ഇതുപോലൊരു പുതിയൊരു ബ്ലേഡ്, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കത്തിയാണുള്ളതെങ്കിൽ അതെടുക്കുക. കത്തി പുതിയതല്ലെങ്കിൽ നമ്മൾ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിച്ച് ഒന്ന് അണുവിമുക്തമാക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ വേണ്ടുന്നത് ഇതുപോലൊരു ടിഷ്യൂ പേപ്പറാണ് കേട്ടോ. ടിഷ്യൂ പേപ്പർ നമുക്ക് ഈ ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമാണ്. അതുപോലെ തന്നെ നമുക്ക് പിന്നെ വേണ്ടുന്നത് സാഫാണ്. സാഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡീനിയം പ്ലാന്റ്സുകളൊക്കെ വളർത്തുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇതൊരു ഫംഗിസൈഡാണ്. അഡീനിയം പ്ലാന്റ്സുകൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഈ ഒരു കാര്യം ഉണ്ടെങ്കിൽ ഒരു 100-ൽ 98% പരിഹാരമാണ്. അഡീനിയം പ്ലാന്റ്സിലൊക്കെ ഉണ്ടാകുന്ന ഫംഗൽ ഇൻഫെക്ഷനൊക്കെ പ്രതിവിധിയായിട്ടാണ് നമ്മൾ ഈ സാഫ് എന്ന ഫംഗിസൈഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ദാണ്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ ബുഷിയായിട്ട് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് 3-4 ശിഖരങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ വലിയൊരു ശിഖരം ഇതുപോലെ ഒരു വളഞ്ഞ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പ്ലാന്റ് ഒന്ന് കാണാൻ തന്നെ ഒരു ഭംഗിയില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ബുഷിയാക്കി കൊടുക്കാം. ആദ്യം തന്നെ ഞാൻ ബ്ലേഡ് എടുത്തിട്ടുണ്ട്. ബ്ലേഡ് എടുത്തിട്ട് ദാണ്ട് ഇതുപോലെ ഇതിനകത്ത് നിൽക്കുന്ന ഈ ശിഖരങ്ങളെല്ലാം നമ്മളങ്ങ് കട്ട് ചെയ്ത് മാറ്റുവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒരു ഹെൽത്തി അല്ലാത്ത ശിഖരങ്ങളായതുകൊണ്ട് തന്നെ നമ്മൾ അതെല്ലാം അങ്ങ് കട്ട് ചെയ്ത് മാറ്റിയാണ്. നമ്മൾ കട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മെയിനായിട്ടുള്ള ആ ശിഖരമാണ്. അപ്പോൾ ദാണ്ട് ഈ ഒരു ഭാഗം വെച്ച് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. കോഡെക്സിൽ നിന്ന് ദാണ്ട് ഇത്രയും ഒരു നീളത്തിലാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ കട്ട് ചെയ്ത് മാറ്റുമ്പോൾ ദാണ്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് ഇതുപോലൊരു ലിക്വിഡ് വരും. അപ്പോൾ ആ ഒരു ലിക്വിഡ് നമ്മൾ ഇതുപോലെ ടിഷ്യൂ പേപ്പർ വെച്ച് ഒന്ന് ഒപ്പിക്കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. സാധാരണയായി ഞാൻ ഇതുപോലെ വരുന്ന ഒരു ലായനി ഇതുപോലെ ഒപ്പിക്കൊടുക്കാറൊന്നും ഇല്ലാതാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ള പ്ലാന്റ്സിൽ ആ ഒരു ഭാഗത്ത് നിന്ന് ആ വരുന്ന ലായനിയുടെ ഇതുകൊണ്ടാണെന്ന് തോന്നുന്നു ചെറിയ ഇൻഫെക്ഷനൊക്കെ ഉണ്ടായിട്ട് ആ ഒരു തണ്ടിലൊക്കെ ചെറിയ ചീയലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ്ട് ഇതുപോലൊരു പാത്രത്തിലാണ് കേട്ടോ ഞാൻ ഫംഗിസൈഡൊക്കെ ഇട്ട് വെക്കാറുള്ളത്. അപ്പം നമ്മൾ ഈ ഫംഗിസൈഡ് നമ്മൾ ആ ഒരു പ്ലാന്റിൻ്റെ കട്ട് ചെയ്യുന്ന ഭാഗത്തേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ കൈയും നല്ല രീതിയിൽ വാഷ് ചെയ്തതിന് ശേഷം വേണം കേട്ടോ നമ്മളിതൊക്കെ ഒന്ന് പരട്ടി കൊടുക്കാനായിട്ട്. അപ്പോൾ കട്ട് ചെയ്ത എല്ലാ ഭാഗത്തും ഞാൻ ഇതൊന്ന് പരട്ടി കൊടുക്കുന്നുണ്ടേ. അഡീനിയം പ്ലാന്റ്സുകൾ നമ്മൾ ഇതുപോലെ എപ്പോഴും കട്ട് ചെയ്ത് കൊടുത്താലും ഇതുപോലെ തന്നെ സാഫ് എന്ന ഫംഗിസൈഡ് അതിനകത്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഇതിൻ്റെ കോഡെക്സിലൊക്കെ പെട്ടെന്ന് തന്നെയാണ് ഫംഗൽ ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകാറുള്ളത്. ഈ ഒരു പ്ലാന്റ് ഇതുപോലെ ഒരൊറ്റ ശിഖരമായിട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുള്ളതായിരുന്നു. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ തന്നെ പുതിയ പുതിയ ശിഖരങ്ങളൊക്കെ വരാറുണ്ട്. ചില ആളുകളുടെ പ്ലാന്റ്സിൽ ഒരുപാട് ശിഖരങ്ങളൊന്നും വരാറില്ല. ആ പ്രൂൺ ചെയ്ത ഭാഗത്ത് തന്നെ ഒറ്റ ശിഖരങ്ങളൊക്കെ വരാറുള്ളൂ എന്നൊക്കെ കുറേ ആളുകൾ നമുക്ക് മെസ്സേജൊക്കെ അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ വരുന്ന ആ ഒരു ശിഖരങ്ങൾ പുതുതായിട്ട് വരുമല്ലോ, ആ ഒരു ശിഖരങ്ങളും ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതിനകത്ത് സാഫ് വരട്ടി നിർത്തേണ്ടതാണ്. അപ്പോഴും നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്തോറും ഇതിനകത്ത് പുതിയ പുതിയ കുറേ ശിഖരങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ ഈ ഒരു പ്ലാന്റ് നല്ല ബുഷിയായിട്ട് തന്നെ മാറിക്കൊണ്ടിരിക്കും. നിങ്ങൾ വിചാരിക്കുക ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലവറൊക്കെ ആക്കി നിർത്തണ്ടായോ എന്ന്. അപ്പം നല്ല ബുഷിയായിട്ട് ആക്കാനായിട്ട് ഒരു പ്ലാന്റ് എടുത്തു കഴിഞ്ഞാൽ നല്ല ബുഷിയായിട്ട് ആയതിനു ശേഷം മാത്രം അതിനകത്ത് ഫ്ലവറൊക്കെ ആകാൻ വേണ്ടിയിട്ട് നമ്മൾ അനുവദിക്കുക. കാരണം ആ ഒരു പ്ലാന്റ് നല്ല രീതിയിലൊന്ന് ആയി കിട്ടിയിട്ട് ഫ്ലവറിങ് ഒക്കെ ആയി കഴിയുമ്പോൾ മാത്രമേ അതൊന്ന് കാണാൻ തന്നെ നല്ല ഭംഗി ഉണ്ടാവുകയുള്ളൂ.
അപ്പോൾ ഇതുപോലെ ചെയ്തതിന് ശേഷം നമ്മൾ നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്ത് തന്നെ വേണം ഈ ഒരു പ്ലാന്റ് വെക്കാനെ കൊണ്ട്. അതുപോലെ തന്നെ വെള്ളം നനച്ചു കൊടുക്കുമ്പോൾ ഈ കട്ട് ചെയ്ത ഭാഗത്തേക്കൊന്നും വെള്ളം വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ആ ഒരു ഭാഗത്തൂടെ വെള്ളം ഈ ഒരു പ്ലാന്റിൻ്റെ തണ്ടിലൂടെ കോഡെക്സിലേക്കൊക്കെ എത്തിയിട്ട് ഈ തണ്ടിനും അതുപോലെ തന്നെ കോഡെക്സിനും ഒക്കെ ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടായിട്ട് ആ ഒരു ചെടി നശിച്ചു പോകാനെ കൊണ്ട് സാധ്യത കൂടുതലാണ്. ഞാൻ ഇതിനു മുന്നേ ഇതുപോലെ ബുഷിയാക്കി വളർത്താൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത ഒരു അഡീനിയം പ്ലാന്റ് ആണിത്. അപ്പം ഞാൻ പറഞ്ഞിരുന്നില്ലേ നേരത്തെ ഈ അഡീനിയം പ്ലാന്റ്സുകളൊക്കെ കട്ട് ചെയ്യുമ്പോഴേ ഇതിൽ നിന്നും ഒരു ദ്രാവകം വരുമെന്ന്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൽ അങ്ങനെ ദ്രാവകം വന്ന സമയത്ത് ഞാൻ ഇതുപോലെ ടിഷ്യൂ പേപ്പർ ഒന്നും വെച്ച് ഇതുപോലെ ഒപ്പിയൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു. നേരിട്ട് തന്നെ ഈ സാഫ് അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ പ്ലാന്റ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നതിനായിട്ട് കാണിക്കാൻ എടുത്തപ്പോഴാണ് ആ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ ചീയലുണ്ടായിട്ടുണ്ടായിരുന്നു. അത് അങ്ങനെ താഴേക്ക് ആ ഒരു തണ്ടിൻ്റെ താഴേക്ക് തന്നെ അതിങ്ങനെ പടർന്നു വരികയായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കത് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഞാൻ കണ്ടപ്പോൾ തന്നെ അതൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ അത് കാണുന്നില്ല. എന്നാലും ഞാൻ ഇതൊന്ന് ബുഷിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിറയെ ബ്രാഞ്ചസ് ആണ് കേട്ടോ വന്നത്. ഒറ്റൊരു ബ്രാഞ്ചായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു അഡീനിയം പ്ലാന്റ് ആയിരുന്നു. അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഇതിനകത്ത് ആ ഒരു ഭാഗത്ത് നിന്ന് 1-2 ബ്രാഞ്ചസ് അല്ല വന്നേക്കുന്നത്, നിറയെ ബ്രാഞ്ചസ് ആണ് കേട്ടോ വന്നേക്കുന്നത്. ഇനിയിപ്പം നമുക്കിത് കട്ട് ചെയ്യേണ്ട യാതൊരു ആവശ്യമേ ഇല്ല. കാരണം ഇപ്പോൾ തന്നെ ആ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല രീതിയിൽ നല്ല ബുഷിയായിട്ടാണ് നിൽക്കുന്നത്. ഇതിനകത്ത് ഫ്ലവറൊക്കെ വരുമ്പോൾ തന്നെ കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. ഇതിലും ബുഷിയായിട്ട് വരണമെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഇതുപോലെ ആ ഒരു ഭാഗത്തൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ സാഫ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അവിടുന്ന് തന്നെ പുതിയ ശിഖരങ്ങളൊക്കെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ വീണ്ടും വീണ്ടും ഈ ഒരു പ്ലാന്റ് നല്ല രീതിയിൽ തന്നെ ഫ്ലവറിംഗ് ഒക്കെ ആയി വരുമ്പോൾ തന്നെ മനോഹരമായ ഒരു പ്ലാന്റായിട്ട് മാറിയിരിക്കും. നിങ്ങൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഈ ഒരു കട്ട് ചെയ്ത ഭാഗത്തേക്ക് വെള്ളമൊന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാൻ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മളിത് നല്ല വെയിലത്ത് വെച്ച് കൊടുക്കുന്ന സമയത്ത് ഈ വൈകുന്നേര സമയങ്ങളിലൊക്കെ മഴയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് നമ്മളൊന്ന് ഷെയ്ഡിലേക്ക് മാറ്റി വെക്കുക. അതിനുശേഷം നല്ല വെയിലുള്ള സമയം ആകുമ്പോഴത്തേക്കിനും വീണ്ടും എടുത്ത് വെയിലത്തേക്ക് വെക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അഡീനിയം പ്ലാന്റ്സുകളൊക്കെ നല്ല രീതിയിൽ ഇതുപോലെ ബുഷിയായിട്ട് വളർത്തിയെടുക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുക്കുക. അതുപോലെ തന്നെ ചെയ്തു കൊടുക്കുക മാത്രമല്ല, ഞാൻ പറഞ്ഞ കാര്യങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ ചെയ്തു കൊടുത്തതിന് ശേഷം ബുഷിയായിട്ട് വന്നിട്ട് നിറയെ മുട്ടുകളായിട്ട് വന്നേക്കുന്ന കുറച്ച് പ്ലാന്റ്സും കൂടി ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാമേ. ദാണ്ട് ഈ കാണുന്ന പ്ലാന്റ്സ് ഒക്കെ ഒറ്റ ശിഖരമായിട്ട് പോയിക്കൊണ്ടിരുന്ന പ്ലാന്റ്സുകളായിരുന്നു. അപ്പം ഞാൻ കട്ട് ചെയ്ത് ഇതുപോലെ ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഇതിനകത്ത് 2-3 ശിഖരങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇടുന്നുണ്ട് ആ വന്ന ശിഖരങ്ങളിലെല്ലാം നല്ല രീതിയിൽ മുട്ടുകളൊക്കെ ആയിട്ടുണ്ട്. ഫ്ലവറിങ്ങിനൊക്കെ ആയി നിൽക്കുന്ന പ്ലാന്റുകളാണ് ഇതെല്ലാം. ഈ ഒരു പ്ലാന്റും അതുപോലെ ചെയ്ത് നിർത്തിയിരുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ. ഇതിനകത്തും കുറേയൊക്കെ മുട്ടുകളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ദാണ്ട പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കുന്ന എൻ്റെ അഡീനിയം പ്ലാന്റ്സുകൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അപ്പം ഞാൻ ഇത് ഇച്ചിരി മുകളിലായിട്ട് വെച്ചാണ് കേട്ടോ ഇത് കട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഹൈറ്റിലാണ് വേണ്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിൽ വേണം കട്ട് ചെയ്യാനെ കൊണ്ട്. എന്ന് കരുതി ഒരുപാട് കോഡെക്സിൻ്റെ അടുത്തേക്ക് പോയി കട്ട് ചെയ്യാൻ പാടുള്ളതല്ല. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി ഇടുക.